പുതിയൊരു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ആ സിനിമയുടെ പേര് മന്ദാകിനി എന്നാണ്. വിനോദ് ലീലയാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്റ്റാറായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ അൽതാഫ് സലീമാണ്. അൽതാഫ് സലീമിനെ എല്ലാവർക്കും അറിയാം. പ്രേമലു എന്ന് പറയുന്ന സിനിമയിലുണ്ടായിരുന്നു. ഒരു ഹിറ്റ് നടനാണ് പുള്ളിക്കാരൻ ഇപ്പോൾ. പിന്നെ അനാർക്കലിയാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അതിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് വിപിൻ അശോകാണ്. ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഞാനും വിചാരിച്ചു ഈ കിഴങ്ങിനെ എത്ര നല്ല പെൺകൊച്ചിനെ കിട്ടിയത്. വിഭ്രാന്തി, ടെൻഷനും പരിഭ്രമവും സ്കിസോഫ്രീനിയൻ അങ്ങനെ എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും. മോളെ ഇവന് വേറെ പല ഫോബികളും ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടാ. നമ്മുടെ അവരോട് ഒറ്റയ്ക്ക് എന്താണ്ടാക്കി കോപ്രായം ഇതിനെയാണ് പറയുന്നത്. അറിയാ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. ചുറ്റുള്ളൊക്കെ കാണും. ഫസ്റ്റ് നൈറ്റ് സ്വന്തം അതിനകത്തേക്ക് മൂക്കിട്ട കുറിച്ചിട്ട് വായനാട്ടം കൊണ്ട് കയറി വന്ന മനുഷ്യരല്ലേ നിങ്ങൾ? ആരെയും എനിക്കറിയാൻ പാടില്ല. ആളിതറിയോ എന്നാണെന്ന് അമ്പളിക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് അവനൊരു കല്യാണത്തിന്റെ സീനാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വരാനായോ? വരാതാവുമ്പോ പറയാ. ആരും ചിരിച്ചില്ല. മാവ ചമ്മിപ്പോയി. അനിയെ ഒരു കോപ്പറേറ്റ് നോക്കിയോ ഇവിടെ ഒറ്റയെടുക്കാൻ പോകില്ല. ചീലിന്റെ പൊട്ടിട്ട് കാട്ടാൻ ചോര ഇടിക്കാൻ മുമ്പ് ആരെങ്കിലും വായിച്ചിട്ടു നല്ല ചെവി കുറ്റി നോക്കിക്കൊണ്ടു. പഠിക്കുമ്പോൾ വർണ്ണന കൃഷ്ണകുമാർ, +2 പഠിക്കുമ്പോ ക്രിസ്റ്റീന ഐസക്, ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഈ വർണ്ണന കൃഷ്ണകുമാർ ഉണ്ടല്ലോ, അതിന്റെ അനിയത്തി ഉണ്ട് സുവർണ കൃഷ്ണകുമാർ. ഇവര് 3 പേരും എന്നെ ഇഷ്ടമുള്ളെന്ന് പറഞ്ഞപ്പോ ഞാനാക്കി തകർന്നു പോയി. പാല് വേണ്ട, ഒരു മോരും വേണ്ട. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കിട്ടെ പ്ലീസ്. സുജേട്ടാ, അച്ഛൻ്റെ ഓപ്പറേഷൻ എപ്പോഴാന്നാ പറഞ്ഞേ? ടേക്ക് കെയർ. മെയ് 24-നാണ് ഈ സിനിമ നാട്ടിലിറങ്ങുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ മൂവി പോയി കാണുക. നല്ലൊരു ഫൺ സിനിമയായിട്ടാണ് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പം എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ കാനഡയിൽ എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും ഇത് വരുമ്പോൾ ഇവിടെ നമുക്ക് പോയി കാണാൻ പറ്റും. ഇവിടെ തിയേറ്ററിൽ വരുന്നത് ഇവിടെ കാനിയോൺ മെഡോസ് എന്ന് പറയുന്ന തിയേറ്ററിലാണ് ഈ സാധാരണ എല്ലാ മലയാള സിനിമകളും വരുന്നത്. അപ്പോഴും ഞാനും അത് കാണുന്നതായിരിക്കും. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം.